إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا أشرك بعبادة ربه أحدا. പ്രിയമുള്ള വിശ്വാസിനികൾ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, ലോകമെമ്പാടും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഖാലിഖായ, മുദബ്ബിറായ, ഗഫ്ഫാറായ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുക, കണ്ടുമുട്ടുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു ആഗ്രഹം പൂർത്തിയാകണമെങ്കിൽ, സഫലമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാലിഹായ സൽക്കർമ്മങ്ങൾ, അമൽ സ്വാലിഹാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായി കൊണ്ട് പറയുകയാണ്, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാകുന്നു, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട് എന്ന് നബിയെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയാണ്, അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ ദൈവം, അവൻ ഏകനായ ഇലാഹാകുന്നു. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, ലോകമെമ്പാടും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കട്ടെ. വലാ ഉശ്രിക്, ഒരിക്കലും അവൻ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ ഒരാളെയും അവൻ പങ്കു ചേർക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണണമെങ്കിൽ, കണ്ടുമുട്ടണമെങ്കിൽ രണ്ട് നിബന്ധനയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. ഒന്ന്, ശിർക്ക് ചെയ്യാത്ത വ്യക്തിയായിരിക്കണം. ശിർക്ക് ചെയ്ത വ്യക്തിയാണ് എങ്കിൽ ഒരിക്കലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അവർക്ക് സാധിക്കുകയില്ല. ശിർക്ക് ചെയ്യാത്ത ഒറിജിനൽ മുഅ്മിനായിരിക്കണം, മുവഹിദായിരിക്കണം, എന്നാലേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇസ്ലാം അത് ഉയർത്തപ്പെട്ടിരിക്കുന്നത് 5 സ്തംഭങ്ങൾ കൊണ്ടാണ്, 5 തൂണുകൾ കൊണ്ടാണ്. അതിലൊന്ന് ഷഹാദത്താണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കലാണ്. രണ്ടാമത്തേത് നമസ്കാരമാണ്, മൂന്നാമത്തേത് സകാത്താണ്, നാലാമത്തേത് നോമ്പാണ്, അഞ്ചാമത്തേത് ഹജ്ജാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് ഒന്നാമത്തെ തൂണ്. ഇത് ഇല്ലാതായാൽ, പൊളിഞ്ഞു പോയാൽ സഹോദരങ്ങളെ ബാക്കി 4 തൂണുകളും നിഷ്ഫലമായി പോകും. ഏതാണ് ഒന്നാമത്തെ തൂണ്? ഷഹാദത്താണ്. ഒരാള് 5 വക്ത് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നുണ്ട്, പള്ളിയിൽ വന്ന് ഖുശൂഅോടുകൂടി നമസ്കരിക്കുന്നുണ്ട്, കൃത്യമായി തന്നെ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ നല്ല തഖ്വയോടുകൂടി നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, 10 പ്രാവശ്യം ഹജ്ജ് ചെയ്തു. പക്ഷേ സഹോദരങ്ങളെ, ഒന്നാമത്തെ തൂണ് ബാത്തിലായാൽ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും മുസീബത്ത് വരുമ്പോൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈകൾ നീട്ടുന്നുണ്ട് എങ്കിൽ, അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ, അവൻ 1000 വർഷം നമസ്കരിച്ചാലും ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എത്ര പ്രാവശ്യം നോമ്പെടുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. 1000 പ്രാവശ്യം ഹജ്ജ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. ഷഹാദത്ത് ബാത്തിലായാൽ ബാക്കി എല്ലാ സൽക്കർമ്മങ്ങളും ബാത്തിലാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്ക് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും ബാത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടാൻ, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ല. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുവഹിദായ നിനക്ക്, തൗഹീദുള്ള ആളായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും, അതിൽ യാതൊരു സംശയമില്ല. സഹോദരങ്ങളെ, വിശ്വാസികളെ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം എന്ന് പറയുന്നത് റജബ് മാസമാണ്, മുഹറമായ മാസമാണ്, പവിത്രമായ മാസമാണ്. അതുപോലെ തന്നെ യുദ്ധം ഹറാമാക്കപ്പെട്ട
യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട, സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന, തെറ്റുകൾ ചെയ്താൽ ഒരുപാട് ശിക്ഷ ലഭിക്കുന്ന പവിത്രമായ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, റജബ് മാസം കഴിഞ്ഞാൽ ശഅബാൻ മാസമാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ ശഅബാൻ മാസത്തിനുണ്ട്. ഈ 2 ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്ന പരിശുദ്ധ റമദാൻ മാസത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ധാരാളമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ നന്മകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് 3 രൂപത്തിലാണ്. ഒന്ന്, എല്ലാ ദിവസവും നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തിക്കപ്പെടും. കൃത്യമായി തന്നെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 2 രൂപത്തിലുള്ള മലക്കുകളുണ്ട്. ഒന്ന് സുബഹിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകളാണ്. 2 രാത്രിയുടെ ജോലിയുള്ള മലക്കുകൾ. ആ 2 രീതിയിലുള്ള മലക്കുകളും സുബഹി ജമാഅത്തിന്റെ സന്ദർഭത്തിലും അസ്ർ ജമാഅത്തിന്റെ സന്ദർഭത്തിലും പള്ളിയിലുണ്ടാകും. സുബഹി ജമാഅത്തിന്റെ സന്ദർഭത്തിൽ രാത്രിയുടെ ജോലി ചെയ്ത മലക്കുകൾ അവരുടെ ജോലി കഴിഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു പോകും. അതേ സന്ദർഭത്തിൽ സുബഹിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും. ഇനി അസർ സമയത്ത് നേരെ തിരിച്ച് സുബഹിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ അവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ച് ആകാശത്തേക്ക് ഉയർന്നു പോകും. അതേ രൂപത്തിൽ രാത്രിയുടെ മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഈ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉയരുന്ന സന്ദർഭത്തിൽ, അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയസ്അലുഹും റബ്ബുഹും, അവരുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, കൈഫ തറത്തും ഇബാദി, എന്റെ അടിമകൾ, എന്റെ ദാസന്മാർ അവർ ഈ ഭൂമി ലോകത്ത് എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു? ആ സമയത്ത് ഫയഖൂലൂൻ, ആ മലക്കുകൾ അല്ലാഹുവിന് കൊടുക്കുന്ന മറുപടി, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, നമ്മൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ അവർ നമസ്കരിക്കുന്നവരായിരുന്നു. നമ്മൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന സന്ദർഭത്തിലും അവർ നമസ്കരിക്കുന്നവരായിരുന്നു എന്ന് സുബഹി ജമാഅത്തായി നമസ്കരിക്കുന്ന, അസ്ർ ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത്, എല്ലാ ആഴ്ചകളിലും നമ്മൾ ഒരാഴ്ചയോളം ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് പ്രദർശിപ്പിക്കപ്പെടും. കൃത്യമായി തന്നെ ഹദീസിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തുറദുൽ അഅമാലു യൗമൽ ഇത്നൈൻ വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് പ്രദർശിപ്പിക്കപ്പെടും. ഇതാണ് ഒരാഴ്ചയിലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുക. ഈ മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത്, എല്ലാ വർഷത്തിലും നമ്മൾ 1 വർഷത്തോളം ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് എത്തിക്കപ്പെടും. കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ഈ മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ അടുത്ത് പ്രദർശിപ്പിക്കപ്പെടും. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഇവിടെ ഈ മാസത്തിൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ശഅബാൻ മാസമാണ് എന്ന് കൃത്യമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിലാണ് നമ്മൾ 1 വർഷത്തോളം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എത്തിക്കപ്പെടുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ ചെയ്ത അമൽ സ്വാലിഹാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എത്തിക്കുമ്പോൾ, അവിടെ എത്തുമ്പോൾ ചില വിഭാഗക്കാരുടെ അമൽ സ്വാലിഹാത്തുകൾ എത്തുകയില്ല എന്നുള്ളതാണ്. അവരുടെ അമൽ സ്വാലിഹാത്തുകൾ
അള്ളാഹുവിനെ വേണ്ട എന്നുള്ളതാണ്. അത് ഏത് വിഭാഗക്കാരാണ്? കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്ന ആളുകളാണ്. തന്റെ ജീവിതത്തിൽ കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമല സ്വാലിഹാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അത് ബാത്തിലാണ്. അവൻ എത്ര നമസ്കരിച്ചാലും, എത്ര നോമ്പെടുത്താലും, എത്ര സൽക്കർമ്മം ചെയ്താലും അവന്റെ സൽക്കർമ്മം അള്ളാഹുവിനെ വേണ്ട എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് പലപ്പോഴും മുബഹ്ഹിങ്ങളായ ആളുകൾ തന്നെ ചെറിയ ചെറിയ വിഷയത്തിന്റെ പേരിൽ, തുച്ഛമായ വിഷയത്തിന്റെ പേരിൽ, വാക്കുതർക്കത്തിന്റെ പേരിൽ കുടുംബബന്ധം മുറിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹദീസിൽ കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൻ വസലകി വസൽതുഹു, നിന്നോട് ആരെങ്കിലും ബന്ധം ചേർത്താൽ വസൽതുഹു, അവന്റെ ബന്ധം ഞാൻ ചേർക്കും. നമ്മൾ ഒരാളുടെ ബന്ധം ചേർക്കുകയാണെങ്കിൽ നമ്മളോടുള്ള ബന്ധം അല്ലാഹുവും ചേർക്കും. ഇനി വമൻ ഖതഅകി, ഒരാൾ നിന്നോട് ബന്ധം മുറിക്കുകയാണെങ്കിൽ, ബന്ധം മുറിച്ച് ജീവിക്കുകയാണെങ്കിൽ അവനോടുള്ള ബന്ധം, ആരാണോ ബന്ധം മുറിച്ചത് അവനോടുള്ള ബന്ധം ഞാൻ മുറിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനോടുള്ള ബന്ധം അല്ലാഹു മുറിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകം നമ്മൾ അറിയേണ്ടത്, അല്ലാഹു നമ്മളോടുള്ള ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അമലുകൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? രാത്രി എങ്ങനെയാണ് ധൈര്യത്തോടു കൂടി കിടന്നുറങ്ങുക? അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബം ബന്ധം ചേർത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കും. റസൂൽ പറയുകയാണ്, لا يدخل الجنة لا يدخل الجنة, ഒരിക്കലും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂല. ഒരിക്കലും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂല ആര്? ഖാതിഉർ റഹീം, കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്ന വ്യക്തി ഒരിക്കലും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്ന് കൃത്യമായി തന്നെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുതായ രൂപത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സലാം പറഞ്ഞ് കൈകൊടുത്ത് ആ കുടുംബ ബന്ധം ചേർക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അമലുകളൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് പ്രത്യേകം തിരിച്ചറിയണം. ഇല്ല, അവനാണ് എൻ്റെ അടുത്ത് വന്ന് ആദ്യം തുടക്കമിട്ടത്, അവൻ മാപ്പ് പറഞ്ഞോട്ടെ, അങ്ങനെ വാശി പിടിച്ചിരിക്കുക. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിലും പരലോകത്തിന്റെ വിഷയമാണ്. കൈകൊടുത്ത് കുടുംബബന്ധം ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിരൂപത്തിൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, തന്റെ സഹോദരനോട് അല്ലെങ്കിൽ ആദർശ ബന്ധുവിനോട്, കൂട്ടുകാരനോട് ചെറിയ വിഷയത്തിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ, സംസാരിക്കാതെ നിൽക്കുന്ന ആളുകൾ, കണ്ടാൽ പോലും സലാം പറയാൻ തയ്യാറില്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യഹില്ലു ലിറജുലി, ഒരു മനുഷ്യന് അനുവദിക്കപ്പെട്ട വിഷയമല്ല, ഹലാലായ വിഷയമല്ല, അയ്യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാലി, 3 രാത്രിയേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയോട് മിണ്ടാതെ പിണങ്ങി നിൽക്കുക എന്നത് അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറിയ ചെറിയ വാക്ക് തർക്കത്തിന്റെ വിഷയത്തിൽ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, സലാം പറഞ്ഞ് ആ ബന്ധം ചേർക്കുവാൻ, പിണക്കം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബികളോടായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി,
എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ പറ്റി ഞാൻ അറിയുന്നു. ആ ആളുകൾ നാളെ പരലോകത്ത് വരും, നാളെ ഖിയാമത്ത് നാളിൽ വരും. എങ്ങനെ വരുന്നത്? വെളുത്ത തിഹാമ പർവ്വത കണക്കിന്, വെളുത്ത തിഹാമ വെട്ടക്കണക്കിന് അമൽ സ്വാലിഹാത്തുകളുമായി നാളെ പരലോകത്ത് വരും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും കാറ്റിൽ പറക്കുന്ന പൊടിപടലങ്ങളെ പോലെ ആക്കി തീർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ആ സൽക്കർമ്മങ്ങളെയൊക്കെ ധൂളുകളെ പോലെ ആക്കി തീർക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരാണ് ആ വിഭാഗക്കാർ? ആ നഷ്ടക്കാരായ ആളുകൾ ആരാ? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജന്നിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. റസൂലേ, ആ ആളുകൾ ആരാ? അവരെ പറ്റി ഒന്ന് അറിയിച്ചു തരൂ. എന്തിനാണ്? അവരുടെ കൂട്ടത്തിലൊന്ന് ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഒന്ന് ഉറപ്പ് വരുത്താൻ റസൂലേ അവരാരാണ് എന്ന് നമുക്ക് അറിയിച്ചു തരണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബാ ഇന്നഹും ഇഖ്വാനുക്കും. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളുടെ സഹോദരങ്ങൾ. നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, എല്ലാ സൽക്കർമ്മങ്ങളും മത്സരിച്ച് ചെയ്യുന്നവരാണ്. പക്ഷേ അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ, ആരുമില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, മുഹറമാത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരാണ്. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒറ്റക്കാകുമ്പോൾ ചെയ്യുന്നവരാണ്. ആളുകളുടെ മുമ്പിൽ സ്വാലിഹാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, മുത്തഖിയാണ്. പക്ഷേ അവരൊറ്റക്കായി കഴിഞ്ഞാൽ ഹറാമുകൾ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ രഹസ്യമായ ജീവിതത്തിൽ ഹറാമ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും നാളെ പരലോകത്തെത്തുമ്പോൾ അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും ധൂളികളെ പോലെ ആക്കി തീർക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, വിശ്വാസികളെ, മനുഷ്യരാണ് തെറ്റ് സംഭവിക്കും, അതിൽ യാതൊരു സംശയമില്ല. ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ വന്നു പോയിട്ടുണ്ടാകും. കാരണം നമ്മൾ മലക്കുകളല്ല, മനുഷ്യരാണ്. തെറ്റ് സംഭവിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, തൗബ ചെയ്ത് മടങ്ങുവാൻ, ഇനിയുള്ള ജീവിതത്തെ നന്നാക്കുവാൻ സഹോദരങ്ങളെ, വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലായെങ്കിൽ നമ്മൾ ദുനിയാവിൽ എത്ര സൽക്കർമ്മം ചെയ്താലും അത് ബാത്തിലാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പ്രത്യേകമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. പ്രിയമുള്ള വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അമലുകൾ നിഷ്ഫലമാകുന്ന ആളുകളെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്.
അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന ആളുകൾ, തൻ്റെ സഹോദരനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും നാവുകൊണ്ടും പല രൂപത്തിലും വേദനിപ്പിക്കുന്ന ആളുകൾ, ഉപദ്രവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോടായി കൊണ്ട് പറയുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്. സ്വഹാബികളെ, മുഫ്ലിസീങ്ങൾ എന്ന് വെച്ചാൽ, പാപ്പരായ ആളുകൾ എന്ന് വെച്ചാൽ ആരെന്ന് നിങ്ങൾക്കറിയും? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. അല്ലാഹുവിന്റെ റസൂലേ, നമ്മുടെ കൂട്ടത്തിൽ പാപ്പരായ ആളുകൾ എന്ന് വെച്ചാൽ പണമില്ലാത്ത, ദിർഹമും ദീനാറും ഇല്ലാത്ത ആളുകളാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി. തീർച്ചയായും മുഫ്ലിസീകൾ എന്ന് പറഞ്ഞ ആളുകൾ, പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തിലുള്ള ആളുകളാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അവർ നാളെ പരലോകത്ത് വരും, മരണപ്പെട്ട് നാളെ പരലോകത്ത് വരും. എങ്ങനെ വരുന്നത്? അവരുടെ കയ്യിൽ നമസ്കാരം ഉണ്ടാവും. ഈ ദുനിയാവിൽ 5 വക്ത് നമസ്കാരം മുറപ്രകാരം ഖുശൂഅോടുകൂടി നിർവഹിച്ചവർ. അവരുടെ കയ്യിൽ നോമ്പുകൾ ഉണ്ടാകും, നിർബന്ധമായ സുന്നത്തായ നോമ്പുകളൊക്കെ നിരന്തരമായി എടുത്തവരാണ്. പാവപ്പെട്ട മിസ്കീനായ ഫക്കീറായ ആളുകൾക്ക് നല്ല രൂപത്തിൽ തന്നെ സകാത്ത് കൊടുത്തവരാണ്. അതെ, ഈ സൽക്കർമ്മവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഖിയാമത്ത് നാളിൽ വന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ പിറകിൽ നിന്ന് പരാതിയുമായി വരും. ഖദ് ശതമ ഹാദാ വകദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ. അല്ലാഹുവേ, ഇവരെന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ എന്നെ അടിച്ചിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്റെ രക്തം ചിന്തിയിട്ടുണ്ട്, കള്ള അപരാധം എന്റെ മേൽ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പരാതിയുമായി പല ആളുകളും അല്ലാഹുവിന്റെ അടുത്തേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരാതിയുമായി വന്ന വ്യക്തികൾക്ക് ഇദ്ദേഹത്തിന്റെ അമൽ സ്വാലിഹാത്തുകൾ അവർ വിട്ടുകൊടുക്കും. അങ്ങനെ അവസാനം ഈ അമൽ സ്വാലിഹാത്തുമായി നമസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ കൊണ്ടുവന്ന് നിൽക്കുന്ന വ്യക്തിയുടെ എല്ലാ അമലുകളും തീർന്നു പോകും. പിന്നെയും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാണ്, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓരോ പരാതിയുമായി. അവസാനം കൊടുക്കാൻ അമൽ സ്വാലിഹാത്തുകൾ ഇല്ലാതെ വന്ന വ്യക്തികളുടെ പരാതിയുമായി വന്ന വ്യക്തികളുടെ തിന്മകൾ ഈ വ്യക്തി വിട്ടുകൊടുക്കുകയും നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മുഫ്ലിസീങ്ങൾ എന്ന് വെച്ചാൽ, പാപ്പരായ ആളുകൾ എന്ന് വെച്ചാൽ അവർക്ക് 2 മുഖമുണ്ടാകും. ഒരു ഭാഗത്ത് എല്ലാ സൽക്കർമ്മങ്ങളും മുറപ്രകാരം നിർവഹിക്കുന്നവരാണ്, പക്ഷേ മറ്റൊരു ഭാഗത്ത് അവർ ആളുകളെ പല രൂപത്തിലും ഉപദ്രവിക്കും, പ്രത്യേകിച്ച് നാവുകൊണ്ട്. അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ആളുകളെ പല രൂപത്തിലും ഉപദ്രവിക്കുന്നവരാണ്. അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഉപദ്രവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമൽ സ്വാലിഹാത്തുകളൊക്കെ ആരെയാണോ ഉപദ്രവിച്ചത് അവർ ഇട്ടുകൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ചെറിയ തുച്ഛമായ ചെറിയ ജീവിതം, 3 ദിവസത്തിന്റെ ഈ ജീവിതത്തിൽ സഹോദരങ്ങളെ ആരെയും ഉപദ്രവിക്കാതെ, ആരെയും നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ ആ ഉപദ്രവമേറ്റ ആളുകൾ കൊണ്ടുപോകും. ഇനി നമ്മുടെ അടുത്തേക്ക് ഒരാൾ ഉപദ്രവിക്കാൻ വന്നു, നമ്മളവിടെ സ്വബുറെടുക്കണം. കാരണം ഇവരുടെ അമൽ സ്വാലിഹാത്തുകൾ നാളെ പരലോകത്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരും ഉപദ്രവിക്കാതെ ജീവിക്കാൻ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കണം.
അല്ലാഹുവേ, നമ്മൾ ഈ പല വീട്ടിലും ഹോസ്പിറ്റലിലും രോഗം കൊണ്ട് കിടക്കുന്നുണ്ട്. അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. യഥാർത്ഥ ദീന് പഠിക്കുവാനും അത് യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ. നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ശിർക്കും കുഫ്റും ചെയ്ത് ജീവിക്കുന്നവരുടെ നാഥ, അവർക്ക് നീ ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കണേ അല്ലാഹുവേ. നിന്റെ സ്വർഗത്തിൽ വല്ലാത്ത ആഗ്രഹമാണ് നാഥ. ആ സ്വർഗത്തിലേക്ക് പോകുന്ന അതിഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ആ ഭീകരമായ നരകത്തെ പേടിയാണ് നാഥ. ആ നരകത്തെ തൊട്ട് കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കണേ അല്ലാഹുവേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. رب ارحمهما كما ربيانا صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.